ഐക്യരാഷ്ട്രസഭ പൊതുസഭ ആരംഭിച്ച് ഇത്രയും ദിവസങ്ങൾക്കിടെ കാണാത്ത തരത്തിലുള്ള വിചിത്രമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ഒരു ദിവസം മാത്രം ന്യൂയോർക്ക് സാക്ഷ്യം വഹിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൊതുസഭയെ അഭിസംബോധന ചെയ്യാനെത്തിയ ദിവസമായിരുന്നു ഇന്നലെ. ഗാസയിലെ സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിനെതിരെ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം പ്രതിഷേധങ്ങളാണ് UN ജനറൽ അസംബ്ലിയിൽ ഉണ്ടായത്. കൂക്കുവിളികളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളും സഭ ബഹിഷ്കരിക്കലും അങ്ങനെ പലവിധ സംഭവങ്ങൾ. എന്നിട്ടും കുലുങ്ങാതെ ഹമാസിനും പലസ്തീനും ഭീഷണി നൽകി ഇറാന് മുന്നറിയിപ്പ് നൽകി നെതന്യാഹു തന്റെ പ്രസംഗം പൂർത്തിയാക്കി. ആയുധം വെച്ച് കീഴടങ്ങിയാൽ ജീവൻ തിരികെ നൽകാമെന്നാണ് ഹമാസിനോട് നെതന്യാഹു അവസാന താക്കീതായി പറഞ്ഞത്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രായേൽ എത്രത്തോളം ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പൊതുസഭയിലെ കഴിഞ്ഞ ദിവസത്തെ രംഗങ്ങൾ സൂചിപ്പിക്കുന്നത്. പൊതുസഭയിൽ നെതന്യാഹു സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ സദസ്സിൽ നിന്ന് കൂക്കുവിളികൾ ഉയർന്നു തുടങ്ങിയിരുന്നു. പ്രസംഗിക്കാനെത്തിയപ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പലരും ഇറങ്ങിപ്പോയി. 2023 ഒക്ടോബർ 7 മുതൽ നടക്കുന്ന ഗാസ ഇസ്രായേൽ സംഘർഷത്തിൽ ഇതുവരെ നടന്ന പ്രധാന അക്രമങ്ങളുടെ ലിങ്ക് ഉൾപ്പെടുന്ന ഒരു QR കോഡ് സ്വന്തം ജാക്കറ്റിൽ തുന്നിച്ചേർത്തുകൊണ്ടാണ് നെതന്യാഹു എത്തിയത്. ഇറാനും സഖ്യകക്ഷികൾക്കുമെതിരെ ഇസ്രായേൽ നടത്തുന്ന ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ നെതന്യാഹു ഹമാസിനെ ഇല്ലാതാക്കാനുള്ള തന്റെ പ്രതിജ്ഞ ആവർത്തിച്ചു. പക്ഷേ ഇതിനിടയിൽ തന്നെ ഒരു ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനെതിരെ കൂക്കുവിളികൾ ഉയർന്നു തുടങ്ങി. അതേസമയം മറുകോണിൽ നിന്ന് ഇസ്രായേൽ അനുകൂലികളുടെ കയ്യടിയും ഉയരുന്നുണ്ടായിരുന്നു. 50-ൽ പരം ഡെലിഗേറ്റുകൾ ഇറങ്ങിപ്പോയപ്പോഴും ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കൻ പ്രതിനിധികൾ ഹാളിൽ തന്നെ തുടർന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം US-ന്റെയും UK-യുടെയും UN-ലെ അംബാസിഡർമാരടക്കമുള്ള ഉന്നത നയതന്ത്രജ്ഞരുടെ അസാന്നിധ്യമായിരുന്നു. ഗാസയിലെ തടവറകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കളുടെ കുടുംബങ്ങളെ എന്ന അഭിസംബോധനയോടെയാണ് നെതന്യാഹു തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഗാസയ്ക്ക് ചുറ്റും ലൗഡ് സ്പീക്കറുകൾ സ്ഥാപിച്ച് പലസ്തീനികൾക്ക് പ്രസംഗം കേൾക്കാനുള്ള സംവിധാനം ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. തനിക്ക് പറയാനുള്ളത് അവർക്ക് കൂടി കേൾക്കണം എന്നായിരുന്നു അതിന് നെതന്യാഹു കണ്ടെത്തിയ തീരുമാനം. ഹമാസിന് നേർക്കുള്ള ഭീഷണി സന്ദേശമാണ് പ്രസംഗത്തിന്റെ സവിശേഷത. നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെച്ച് എന്റെ ജനങ്ങളെ വിട്ടയക്കണം, ബന്ദികളെ സ്വതന്ത്രരാക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഭീഷണി. ലോകരാഷ്ട്രങ്ങളുടെ പലസ്തീൻ അംഗീകാര പ്രഖ്യാപനം ഭ്രാന്താണ് എന്നും അത് ഞങ്ങൾ ചെയ്യില്ലെന്നും ഇസ്രായേലിനത് ആത്മഹത്യക്ക് സമമാണ് എന്നുമാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. പാശ്ചാത്യ നേതാക്കൾ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കാം, പക്ഷേ ഇസ്രായേൽ വഴങ്ങില്ല എന്നും നിങ്ങളുടെ അപമാനകരമായ തീരുമാനം ജൂതന്മാർക്കും ലോകമെമ്പാടുമുള്ള നിരപരാധികൾക്കുമെതിരായ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കൂടി നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഗാസയിൽ ലക്ഷ്യമിടുന്നത് ഹമാസിനെയാണ് എന്നും സാധാരണക്കാരോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട് നിരവധി നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞ നെതന്യാഹു പക്ഷേ ഹമാസാണ് അവരെ മനുഷ്യപരിചയായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരെ പള്ളികളിലും സ്കൂളുകളിലും ആശുപത്രികളിലുമായി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി താമസിപ്പിക്കുന്നത് എന്നും കുറ്റപ്പെടുത്തുന്നു. ഗാസയിൽ തുടരുന്നത് വംശഹത്യയാണ് എന്ന വാക്കുകൾക്കുള്ള നെതന്യാഹുവിന്റെ മറുപടി, വംശഹത്യയാണെങ്കിൽ അവരോട് ഒഴിഞ്ഞുപോകാൻ ഞങ്ങൾ ആവശ്യപ്പെടുമോ എന്നായിരുന്നു. ഗാസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം പോലും കിട്ടാത്തതിന്റെ പ്രശ്നം അത് ഹമാസ് മോഷ്ടിച്ച് വിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഏതാനും പ്ലക്കാർഡുകളും പ്രസംഗത്തിനിടെ നെതന്യാഹു ഉയർത്തിക്കാട്ടി. ആരാണ് അമേരിക്കയ്ക്ക് മരണം എന്ന് പ്രഖ്യാപിച്ചത് എന്ന ചോദ്യവും യഥാക്രമം ഇറാൻ, ഹമാസ്, ഹിസ്ബുല്ല, ഹൂതികൾ എന്നിങ്ങനെ ഉത്തരങ്ങളും രേഖപ്പെടുത്തിയ കാർഡായിരുന്നു അതിലൊന്ന്. ഇസ്രായേലും അമേരിക്കയും പൊതുവായ ഭീഷണിയെ നേരിടുകയാണ് എന്ന് മറ്റൊരാളെക്കാളും നന്നായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അറിയാമെന്നും നെതന്യാഹു പറഞ്ഞു. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം നടന്നപ്പോൾ ഒട്ടേറെ നേതാക്കൾ ഇസ്രായേലിനെ പിന്തുണ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ആ പിന്തുണയെല്ലാം ആവിയായി പോയി എന്നും നെതന്യാഹു എടുത്തു പറയുന്നു. ഇറാന്റെ ഭീകരവാദ അച്ചുതണ്ട് എന്ന് വിശേഷിപ്പിച്ച് ഒരു ഭൂപടം ഉയർത്തിക്കാട്ടിയിരുന്നു നെതന്യാഹു. അതിന് പിന്നാലെ മേഖലയിൽ ഉടനീളമുള്ള ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ വിശദീകരിക്കുകയും ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിനെ പുനർനിർമ്മിച്ചുവെന്ന് അവകാശപ്പെടുകയും ചെയ്തു. നെതന്യാഹു സംസാരിക്കുമ്പോൾ തന്നെ UN ആസ്ഥാനത്തിന് പുറത്ത് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ തുടരേണ്ടത് അത്യാവശ്യമാണ് എന്നും ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഭീഷണിയാണ് എന്നും ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകരതയുടെ അച്ചുതണ്ട്
ലോകത്തിനാകെയും മേഖലയുടെ സ്ഥിരതയ്ക്കും ഭീഷണിയാണ് എന്നും നെതന്യാഹു പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുകയും അദ്ദേഹത്തിനെതിരായ വധശ്രമങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്ത നെതന്യാഹുവിന്റെ പ്രസംഗത്തെ US പ്രതിനിധികൾ ആവേശത്തോടെ സ്വീകരിച്ചു. പ്രസംഗത്തിൽ പലപ്പോഴായി അദ്ദേഹം ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്തു. ട്രംപിനുള്ള നെതന്യാഹുവിന്റെ പ്രശംസയും ട്രംപിനെതിരായ വധശ്രമങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും സദസ്സിലെ US ഇസ്രായേൽ അനുകൂലികളുടെ കയ്യടിക്ക് പാത്രമായി. ലോക നേതാക്കൾ പക്ഷപാതപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾക്കും തീവ്ര ഇസ്ലാമിക പക്ഷക്കാർക്കും വഴങ്ങുകയാണ് എന്നാണ് നെതന്യാഹുവിന്റെ ആരോപണം. നെതന്യാഹുവിന്റെ UN പ്രസംഗം അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരുവന്റെ വിലാപകാവ്യമായി കാണേണ്ടി വരും. ഗിമ്മിക്കുകൾ കൊണ്ടുള്ള ഒരു പ്രകടനം എന്നാണ് ഇസ്രായേലി പ്രതിപക്ഷം ഈ പ്രസംഗത്തെ വിശേഷിപ്പിച്ചത്. പ്രസംഗത്തിൽ നിന്ന് പ്രതിനിധികൾ എഴുന്നേറ്റ് പോയത് ഇസ്രായേൽ ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയതിന്റെ തെളിവാണ് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഇസ്രായേലും ലോകരാഷ്ട്രങ്ങളുമായുള്ള അകൽച്ചയുടെ ആഴം വേദനിപ്പിക്കുന്നതാണ് എന്നാണ് ഇസ്രായേലി മുൻ ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. അതേസമയം ഗാസയിലെ വെടിനിർത്തൽ വളരെ അടുത്താണ് എന്ന് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഒരു 21 വെടിനിർത്തൽ നിർദ്ദേശങ്ങളും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു. തിങ്കളാഴ്ച നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഗാസയിൽ നടക്കുന്നത് കൂട്ടവംശഹത്യയാണ് എന്ന UN കമ്മീഷന്റെ കണ്ടെത്തലിനെ കുറിച്ചോ റിപ്പോർട്ടിനെ കുറിച്ചോ ഒന്നും പറയാതെ നെതന്യാഹു മൗനം പാലിച്ചതും കാണണം.